പശ്ചിമേഷ്യൻ സമാധാനം ഇപ്പോൾ തുലാസിലാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ച പുരോഗമിക്കവേ ഇറാനെതിരെ US ആക്രമണം നടത്തിയതാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയത്. അതേസമയം ഇറാന്റെ വ്യോമാതിർത്തിയിൽ കടന്ന അമേരിക്കയുടെ അത്യാധുനിക ഡ്രോൺ വെടിവെച്ചിട്ടെന്ന അവകാശവാദവുമായി ഇറാൻ രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ MQ-9 റീപ്പർ ഡ്രോണാണ് വെടിവെച്ചിട്ടതെന്നാണ് ഇറാൻ വിശദമാക്കുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റേതാണ് ഈ അവകാശവാദം. ചൊവ്വാഴ്ചയാണ് ഈ അവകാശവാദം പുറത്തു വന്നത്. കൂടാതെ തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച അമേരിക്കയുടെ അത്യാധുനിക F-5 യുദ്ധവിമാനത്തിന് നേരെയും RQ-4 എന്ന രഹസ്യാന്വേഷണ ഡ്രോണിന് നേരെയും വെടിവെച്ചതായും ഇതേ തുടർന്ന് അവയ്ക്ക് പിന്തിരിയേണ്ടി വന്നതുമായാണ് IRGCയുടെ അവകാശവാദങ്ങൾ. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏതൊരു വെടിനിർത്തൽ ലംഘനങ്ങൾക്കെതിരെയും തിരിച്ചടിക്കാൻ തങ്ങൾക്ക് നിയമപരവും വ്യക്തവുമായ അവകാശമുണ്ടെന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ഈ അവകാശവാദങ്ങൾക്ക് തൊട്ടു മുൻപ് തെക്കൻ ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ തങ്ങൾ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി വ്യോമാക്രമണം നടത്തിയതായി അമേരിക്കൻ സൈന്യം വ്യക്തമാക്കിയിരുന്നു. കടലിൽ ലാൻഡ് മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ച ബോട്ടുകൾ, മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം എന്നായിരുന്നു അമേരിക്ക അവകാശപ്പെട്ടത്. അമേരിക്കൻ സൈന്യത്തിന് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായേക്കാവുന്ന ഭീഷണികളിൽ നിന്നും അവരെ സംരക്ഷിക്കുന്നതിനാണ് തെക്കൻ ഇറാനിലെ ഈ സ്വയം പ്രതിരോധ ആക്രമണം നടത്തിയതെന്ന് US സെൻട്രൽ കമാൻഡ് വക്താവ് ക്യാപ്റ്റൻ ടിങ് ഹോക്കിൻസ് വിശദമാക്കി. 4 ഇറാനിയൻ സൈനികരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതേസമയം ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഏപ്രിൽ 9 നിലവിൽ വന്ന ഇറാൻ-US വെടിനിർത്തൽ തുടരുകയാണെങ്കിലും ഏത് നിമിഷവും യുദ്ധം പുനരാരംഭിച്ചേക്കാമെന്നാണ് ഭീതി. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇടക്കാല കരാറിന്റെ ഭാഗമായി വിദേശ ബാങ്കുകളിൽ മരവിപ്പിക്കപ്പെട്ട $2400 കോടി ആസ്തി വിട്ടു നൽകണമെന്നാണ് ഇറാന്റെ ആവശ്യം. ഇതിന്റെ പകുതി കരാറിൽ ഒപ്പിട്ടാൽ ഉടൻ സ്വതന്ത്രമാക്കണമെന്നും ആവശ്യമുണ്ട്. വെടിനിർത്തൽ 60 ദിവസത്തേക്ക് നീട്ടി. അതിനുള്ളിൽ ഹോർമുസ് തുറക്കാനും ആണവ വിഷയത്തിൽ ധാരണയിലെത്താനുമാണ് ഇടക്കാല കരാർ. അതേസമയം ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം US-ന് നൽകുകയോ നശിപ്പിക്കുകയോ ചെയ്യണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. തങ്ങൾക്കെതിരെ വീണ്ടും വ്യോമാക്രമണം ഉണ്ടായാൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും മുൻപത്തെക്കാൾ ശക്തവും കഠിനവുമായ തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. സായുധ സേനയുടെ മുതിർന്ന വക്താവ് അബ്ദുൽ ഫസൽ ഷെക്കാർച്ചിയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. മേഖല മറ്റൊരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇറാന്റെ പ്രതികരണം പ്രാദേശിക അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് നീളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാസ് ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. അതേസമയം യുദ്ധത്തിന്റെ ആദ്യ ദിനം US-ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവിന്റെ പിൻഗാമിയായി ചുമതലയേറ്റ മകൻ മൊജ്തബ ഖമനേയി ചരിത്രം ഇറാൻ അനുകൂലമാണെന്നാണ് അവകാശപ്പെട്ടത്. വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തോടനുബന്ധിച്ച് മുസ്ലിം രാജ്യങ്ങളുടെ ഐക്യത്തിനായി അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ ഇനി അമേരിക്കൻ സൈനിക താവളങ്ങളുടെ കവചമായി പ്രവർത്തിക്കില്ല എന്നും ഖമനേയി അറിയിച്ചു. മാർച്ച് മാസത്തിൽ അധികാരമേറ്റ ശേഷം പൊതുവേദികളിലോ ഓഡിയോ സന്ദേശങ്ങളിലോ പ്രത്യക്ഷപ്പെടാതിരുന്ന ഖമനേയി 2040 ഇസ്രയേൽ ഇല്ലാതാകുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് പ്രവചിച്ചത്. ഈ മേഖലയിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ഇനി സുരക്ഷിതത്വം ഉണ്ടാകില്ലെന്നും അമേരിക്കയുടെ സ്വാധീനം നാൾക്കുനാൾ കുറഞ്ഞു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അറബ് രാജ്യങ്ങളും തുർക്കിയും ഇറാനും ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കണമെന്ന ട്രംപിന്റെ വാദങ്ങളെ തള്ളിക്കളയുന്നതായിരുന്നു ഖമനേയിയുടെ ഈ പ്രസ്താവനകൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.